ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഈ വരുന്ന 26-ാം തീയതിയാണ് ഐക്യൂടെ നിയോ 10 എന്ന മോഡൽ ലോഞ്ച് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഫോണും ഈ ഒരു ഐക്യു നിയോ 10 ആണ്. അത് കമൻറ്റ്സ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു 35,000 രൂപക്ക് താഴെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. ആ റേഞ്ചിലെ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. പെർഫോമൻസ് മാത്രമല്ല, ഓവറോൾ എല്ലാ കാര്യത്തിലും ഈ ഒരു ഫോൺ വേറെ ലെവൽ സ്പെക്കാണ് വരുന്നത്. ഓൾമോസ്റ്റ് ചില കാര്യങ്ങളൊക്കെ തന്നെ ബ്രാൻഡ് തന്നെ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്പെക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് വീക്കാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പ്രൈസ് റേഞ്ചും ഓൾറെഡി പറഞ്ഞു. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഇതിൻ്റെ ഡിസൈൻ എനിക്ക് തോന്നുന്നു കുറച്ച് മാറ്റം വരുത്തായിരുന്നു. കാരണം ഐക്യു നിയോ 10R എങ്ങനെയാണോ അത് എക്സാക്റ്റ് ഡിസൈനാണ് ഈ ഒരു ഫോണിലും വരുന്നത്. ആ ഒരു കളർ പാറ്റേൺ ആണെങ്കിലും സെയിം ആണ്. അതിലൊരു ബ്ലൂ കളറായിരുന്നു, ഇവിടെ ഒരു ഓറഞ്ച് കളറാണ് വരുന്നത്. ഓറഞ്ചും വൈറ്റ് കളർ വരുന്നുണ്ട്. പിന്നെ ഒരു ടൈറ്റാനിയം ക്രോം എന്ന മറ്റൊരു കളർ കൂടെ വരുന്നുണ്ട്. അതും മറ്റേ നിയോ 10Rലും ഇതേപോലെ തന്നെയാണ് ഉണ്ടായത്. സോ കളർ ഡിഫറൻസിൻ്റെ കാര്യത്തിലെങ്കിലും കുറച്ചും കൂടെ ഒരു മാറ്റങ്ങൾ, കളർ പാറ്റേണിൻ്റെ കാര്യത്തിലെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു ക്യാമറ മൊഡ്യൂൾ തന്നെ കാണാൻ ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 206 ഗ്രാം ആ റേഞ്ച് വെയിറ്റ് ഒക്കെ വരുന്നുണ്ട്. തിക്നെസ് ആണെങ്കിൽ തന്നെ 8.09 mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ വരുന്ന ബാറ്ററി എന്നൊക്കെ പറഞ്ഞത് വലിയ ബാറ്ററിയാണ് വരുന്നത്. എന്നിട്ട് പോലും 8 mm ആ ഒരു റേഞ്ച് 8.1 mm അടുത്ത് മാത്രമേ തിക്നെസ് വരുന്നുള്ളൂ. IP65 IP റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുമുണ്ട്. അതായത് ഐക്യു അങ്ങനെ IP68 69 ഒന്നും കൊടുക്കാറില്ല. കാരണം അവർ മെയിനായിട്ട് ബാക്കിയുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം IP റേറ്റിംഗ് നിങ്ങളങ്ങനെ വലിയ യൂസൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം 69 കിട്ടിയിട്ടും വലിയ ആരും വള്ളത്തിലിട്ട് പോകാനൊന്നും പോകുന്നില്ല. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. സോ ബാക്കിയുള്ള ഡിസൈൻ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിയോ 10R എങ്ങനെയാണ് ഉണ്ടായത് ആ ഒരു എക്സാക്റ്റ് ടൈപ്പ് തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നും പറയാനൊന്നുമില്ല. ഇനി ഡിസ്പ്ലേ ആണെങ്കിൽ തന്നെ 6.78 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു അമോലഡ് ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ ഒരു ഫ്ലാറ്റ് ആയ ഡിസ്പ്ലേ ആണ് ആ ഒരു ഫോണിന് വരുന്നത്. ഈ ഒരു റേഞ്ചിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ഐക്യു നിയോ 10Rലും ഇതുപോലെ തന്നെയാണ് ഉണ്ടായത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ഡിസ്പ്ലേ സെറ്റപ്പ് ഒന്നും ഈ റേഞ്ചിൽ ആവശ്യമില്ല. ഇല്ല, ഇതാണ് ബെസ്റ്റ്, അത്രയേ ഉള്ളൂ. ഇനി ക്യാമറ ആണെങ്കിൽ തന്നെ 50 MB ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 8 MB ഒരു അൾട്രാ വൈഡ് ക്യാമറ റിയറിൽ വരുന്നുണ്ട്. വേറെ ടെലിഫോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം ഇതൊരു പെർഫോമൻസ് ഓറിയൻ്റായിട്ടുള്ള ഫോണാണ്, ക്യാമറ ഓറിയൻ്റായിട്ടുള്ള ഫോണല്ല. എന്നാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ കിട്ടും. 4K 16 എപ്പിസോഡിലെ വീഡിയോസും റിയർ ക്യാമറയിൽ സപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട്. ഐക്യു നിയോ 10Rലും നല്ലൊരു ക്യാമറ ആയിരുന്നു ഉണ്ടായത്. ഇതേ സെറ്റപ്പ് തന്നെയാണ് 32 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അതിലും 4K 13 എപ്പിസോഡിലെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് ഐക്യു നിയോ 10Rലും ഇതേ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. പക്ഷെ അതിലെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അങ്ങനെ ക്യാമറ ഓറിയൻ്റ് അല്ലെങ്കിൽ പോലും ക്യാമറ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മോശമൊന്നും ക്യാമറ കാര്യത്തിലും പറയാനില്ല. ഇനി ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് പെർഫോമൻസ്. ഇതിൽ വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അറൗണ്ട് ഒരു 2.4 മില്യൺ ആൻറ്റി സ്കോർ ഒക്കെ കിട്ടുന്നുണ്ട്. ബെസ്റ്റ് ലെവൽ പെർഫോമൻസ് ആണ് വരുന്നത്. LPDDR5X അൾട്രയുടെ റാം ടൈപ്പും വരുന്നുണ്ട്. UFS 4.1 സ്റ്റോറേജ് ടൈപ്പായിട്ടാണ് വരുന്നത്. ഈ 4.1 എനിക്ക് തോന്നുന്നു 256 GB മാത്രമേ ഉണ്ടാവുള്ളൂ. 128 GB ഉണ്ടെങ്കിൽ അവിടെ 3.1 ആയിരിക്കും. കാരണം 128 GB ഈ പറഞ്ഞ 4.0 ഒന്നും വരുന്നില്ല. 3.1 ആണ് ഏറ്റവും മാക്സിമം. മിക്കവാറും ഈ ഒരു 128 GB ഇറക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഐക്യു നിയോ 10R 128 GB ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് പ്രൈസ് കുറച്ചിറക്കാൻ വേണ്ടിയിട്ട് 128 GB എന്തായാലും ഉണ്ടാവും. അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ 128 GB ഒഴിവാക്കാൻ നോക്കുക. മിക്കവാറും ഇതിൽ SD കാർഡിൻ്റെ സ്ലോട്ട് ഉണ്ടാവാൻ ചാൻസേ ഇല്ല. അതുകൊണ്ട് തന്നെ 128 GB എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. 256 GB എടുക്കാൻ തന്നെ നോക്കുക. 128 GB ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്കറിയില്ല, പക്ഷേ ലോഞ്ചിൻ്റെ സമയത്ത് അറിയാൻ വേണ്ടി പറ്റും ഏതാണ് വേരിയൻ്റ് എന്നുള്ളത്. പിന്നെ ഐക്യൂടെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 കൂടെ ഇതിനനുസരിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 144 FPS വരെയുള്ള ഗെയിംസ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 35,000 രൂപ റേഞ്ചിൽ, കാരണം അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ യൂസ് ചെയ്യുന്ന ഒരു ചിപ്പാണ്. അപ്പോൾ ആ ഒരു ചിപ്പ് ഇതിലേക്ക് വരുമ്പോൾ പെർഫോമൻസ്, അതായത് 144 FPS തന്നെ ഗെയിം സപ്പോർട്ട് കൊടുത്തിട്ട് 35,000 രൂപ റേഞ്ചിൽ
വേറെ ലെവലാണ്. 7Kയുടെ BC കൂളിംഗ് സിസ്റ്റവും വരുന്നുണ്ട്. ഹീറ്റിങ്ങിൻ്റെ കാര്യം ഓർത്തും പേടിക്കേണ്ട ആവശ്യമില്ല. ഹീറ്റിങ്ങും നല്ല രീതിയിൽ കുറവായിരിക്കും, അങ്ങനെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നേ ഇല്ല. അപ്പം എല്ലാം കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ഒരു ഫുൾ പവർ പാക്കഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ പെർഫോമൻസ് വൈസ്. ഇനി ബാറ്ററി ആണെങ്കിൽ ഇതിൽ 7000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. 120 വാട്ടിൻ്റെ ആണ് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുള്ളത്. സോ 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും 7000 mAh ബാറ്ററിയും എല്ലാം ബെസ്റ്റാട്ടോ. ഇതുവരെ വന്ന ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ സ്പെക്കും വേറെ ലെവൽ സാധനമാണ്. ഇപ്പം ഇതിലെന്താണ് ഇല്ലാത്തത്? നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്. നല്ല ക്യാമറ ആണ്, ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ക്യാമറ അല്ല. ഇതിലെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം iQ Neo 10R നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് വരുമ്പോഴും അതെന്തായാലും കുറക്കത്തില്ല. നല്ലൊരു ഫോട്ടോസും വീഡിയോസും എന്തായാലും ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പെർഫോമൻസ് വൈസ് ആ ഒരു പ്രൈസ് പോയിന്റിലെ ടോപ്പ് ലെവൽ തന്നെ വരുന്നുണ്ട് എല്ലാ കാര്യത്തിലും. പെർഫോമൻസിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോഴും ടോപ്പ് ലെവൽ, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ബാറ്ററി ആണെങ്കിലും ടോപ്പ് ലെവലാണ്, ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിലും ടോപ്പ് ലെവലാണ്. എല്ലാം കൊണ്ടും ഏറ്റവും ദി ബെസ്റ്റ് തന്നെ iQ ഇപ്രാവശ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഈ ഒരു ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 26-ാം തീയതിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. അന്ന് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.